UDF അധികാരത്തിലെത്തി. അതിന്റെ സന്തോഷത്തിലാണ് നമ്മൾ. നല്ല റിസൾട്ടാണ്. കാരണം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നൂറിലടുപ്പിച്ച് സീറ്റുകളാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അത്രയധികം ജനവിരുദ്ധ, അതായത് ഭരണവിരുദ്ധ വികാരം ജനങ്ങളിലേക്ക് അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വരെ പിന്നിലാണ് സ്വന്തം മണ്ഡലത്തിൽ. അപ്പോൾ അത്രയധികം ആൾക്കാർക്ക് ഈ ഭരണം മടുത്തു എന്നുള്ളതാണ്. വളരെ സന്തോഷം. നമ്മളെല്ലാവരും ഫുള്ളൊരു എനർജി പാക്കിൽ നിൽക്കുകയാണ്. അത്രയധികം സന്തോഷം. തീർച്ചയായും ശബരിമല വിഷയം മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയോട് കേരളത്തിലെ ജനങ്ങൾ വീട്ടിലിരുന്നോളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. തീർച്ചയായും ഞാൻ പറഞ്ഞില്ലേ, നമ്മളൊരു ഫുൾ എനർജി പാക്കിലാണ് നിൽക്കുന്നത്. കൗണ്ടിങ് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ആഘോഷ പരിപാടികൾ പൂർണ്ണമായും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ചേട്ടൻ പറഞ്ഞതുപോലെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ എഴുതിയ വിധിയാണ് ഇപ്രാവശ്യത്തെ ഈ റിസൾട്ട് എന്ന് പറയുന്നത്. സ്ത്രീകളുടെ വിജയമാണ് ഇപ്രാവശ്യത്തെ റിസൾട്ട്. നിസ്സാര വിഷയമല്ല, അതിനുള്ള വിധി എഴുത്തായിരിക്കും ഇപ്രാവശ്യം UDF മന്ത്രിസഭ. അതെ അതെ, തീർച്ചയായിട്ടും അതിനുള്ള വിധി എഴുത്താണ് ഇത്രയും അധികം സീറ്റ് നേടി UDF മുന്നിൽ നിൽക്കുന്നത്. അതെ, ഒന്നും ഊതി പരിപ്പിക്കുന്നതല്ല. അതാ വിധി കണ്ടല്ലോ, ഏകദേശം 97 സീറ്റോളം നമുക്കിപ്പോൾ കിട്ടിക്കഴിഞ്ഞു. ലീഡ് ചെയ്യുന്നുണ്ട്. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന 100 സീറ്റാണ്. 100 സീറ്റോടുകൂടി UDF അധികാരത്തിലെത്തിയിരിക്കും. ഇത് സ്ത്രീകളുടെ വിജയമാണ്, ജനങ്ങളുടെ വിജയമാണ്. ജനങ്ങൾ വിധി എഴുതിയതാണ്. ഒരിക്കലുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് നല്ലൊരു പോസ്റ്റിലേക്ക് തിരിച്ചു വരും.